ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 69 ആണ് ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 68ൽ ഞാൻ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷന് വേണ്ടി മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു തുണി പീസ് എടുത്ത ശേഷം നമുക്ക് വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ തുണിയുടെ വീതി 11 ഇഞ്ച്, നീളം 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതിൻ്റെ മടക്കിയിട്ട് ഈ ഒരു ഫ്രണ്ട് പീസ് കുർത്തിയുടെ അടിവശത്ത് വയ്ക്കാം. അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 69 ആണ്. 68ൽ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇത് മെയിനായിട്ട് എന്താ പറയുക, ക്രോപ്പ് ടോപ്പാണ്. ജീൻസിനെ പറ്റത്തുള്ളൂ കേട്ടോ. ജീൻസിന് ഇടാനാണ് കൂടുതൽ. പാലസോ പന്തിനും ജീൻസിന് അടിപൊളിയായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളതിന് ക്രോപ്പ് ടോപ്പ് അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കഴുത്തിൻ്റെ അകലം ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം. ഓൾറെഡി നമ്മൾ കട്ടിങ് ടൈമിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കാണിച്ചുതരാം. 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുക്കേണ്ട, 5 ഇഞ്ച് കഴുത്ത് കണ്ടോ, 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നുണ്ട്, 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വീനെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ക്രോപ്പ് ടോപ്പാണ്. പിന്നെ ഇതിൽ ബെൽ സ്ലീവ് ഉണ്ട്. ബെൽ സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് കട്ടിങ് വീഡിയോയിൽ. ടൈലറിംഗ് ക്ലാസ് നമ്പർ 68. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ യൂട്യൂബിൽ കാണുന്നവർക്ക് ഇട്ടേക്കാം. ഫേസ്ബുക്കിലുള്ളവർക്ക് അതൊന്ന് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോയാൽ മതി പേജ് കേട്ടോ. അപ്പോൾ നോക്കിക്കതേ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് വരച്ചാലും കാണില്ല. എന്ത് ചോക്കിട്ടാലും വരച്ചാൽ കാണില്ല. കാരണം ഇത് കലങ്കാരി കലങ്കാരി പ്രിൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈനുകളും അതുപോലെ തന്നെ പ്രിൻറ്റും അങ്ങനത്തെയാണ് കലങ്കാരി. അപ്പം നമുക്കതിൽ വരച്ച് കാണുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇത് നമുക്കിപ്പോൾ മെറ്റീരിയലിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുത്ത നെക്ക് പീസ്. എന്നിട്ട് ആ ഭാഗത്തൊന്ന് തയ്ച്ച് കൊണ്ടുവരാം. അപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിലോട്ടേക്ക് മറച്ചിട്ട ശേഷം ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പീസാണ്, വീനെക്കാണ്. ഇങ്ങനെ നമ്മൾ ചുറ്റും ഒന്ന് സ്ലോ ആയിട്ട് കാണിക്കുന്നത്. കഴുത്തിൻ്റെ അകലം ഞാൻ പറഞ്ഞു 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വെച്ച് നമ്മൾ നെക്ക് വെട്ടിയിരിക്കുന്നതാണ്. എന്നിട്ട് ഇതിനെ ഉള്ളിലോട്ടിട്ട ശേഷം നന്നായിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ തയ്ക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്ര 69 ക്ലാസ് എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് പതിച്ചടിക്കുക എന്നുള്ളതൊക്കെ. കഴുത്തിൻ്റെ തുമ്പുവശം ഒന്ന് പതിച്ചടിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഉൾവശം ഒന്ന് അടിക്കുക. ഇത് ബാക്ക് വശമാണ്. ബാക്ക് വശം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത ആ ഒരു നെക്കിൻ്റെ പീസ് ഉണ്ടാവും. നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തപ്പോൾ ആ തുണിയില്ല, അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒക്കെ വെക്കുക. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കഴുത്തിൻ്റെ അകലം കിട്ടാനാണ്. ഓക്കെ, കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം, പക്ഷേ കഴുത്തിൻ്റെ അകലം നമ്മൾ മാറിപ്പോവരുത് കണ്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് ഈ കട്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ കഴുത്തിൻ്റെ അകലം കിട്ടും. കഴുത്തിൻ്റെ ഇറക്കം ഞാൻ ഒരു 4 അല്ലെങ്കിൽ 4.5 നമുക്ക് കൊടുത്താൽ മതി. കൂടുതൽ കൊടുക്കണ്ട, കാരണം ഫ്രണ്ടിൽ വീനൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു 4.5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ തയ്യൽ തുമ്പൊക്കെ പോകുമ്പോൾ ഒരു 5 ആയിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ അതേത് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിൽ എന്ത് ചെയ്യുന്നറിയോ, അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലോട്ട് മറച്ചിട്ട് പതിച്ചടിക്കാനുണ്ട്. ബാക്ക് പീസിൽ നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നെക്ക് എങ്ങനെയാണോ സാധാരണ നൈറ്റിക്കൊക്കെ നെക്ക് ചെയ്യുക അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അതെ, ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല വശത്തിൻ്റെ മേലെ വെച്ച് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ച് കൊണ്ടുവരാം. അപ്പം ഞാൻ അത് ഫ്രണ്ടും ബാക്കും ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ട് പീസ് ഞാൻ നേരത്തെ കാണിച്ചു. ഫ്രണ്ട് പീസ് ഉള്ളിലോട്ട് പതിച്ചടിച്ച് മടക്കിയിട്ടുണ്ട്. ഇത് ബാക്ക് പീസ് നമ്മൾ ക്രോസ് പീസ് നല്ല വശത്തിൻ്റെ മേലെ, കഴുത്തിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ കണ്ടോ ക്രോസ് പീസ് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കണ്ടല്ലോ, കണ്ടോ ഇങ്ങനെ തയ്ച്ചിട്ടുള്ളൂ. ജസ്റ്റ് നല്ല വശത്തിൻ്റെ മേലെ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വശമാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ മേലെ നമുക്ക് ബാക്ക് വശത്തിൻ്റെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശം അതിൻ്റെ മേലെ വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. നമ്മൾ ആ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് അവിടെ ഒരു ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി ആ ചോക്ക് കൊണ്ട് വരച്ച ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് നെക്കിനെ ചേർത്ത് വെച്ച ശേഷം ഇനി ആ ക്രോസ് പീസിനെ ഇതിൻ്റെ മേലോട്ടേക്ക് ഇങ്ങനെ കിടത്തി വെക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഷോൾഡർ ഫുള്ളായിട്ട് കൂട്ടിയടിക്കുക. കണ്ടോ, ഇങ്ങനെ അടിക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതേപോലെ അടിക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്കൊന്ന് അടിച്ചെടുക്കാം.
അപ്പം നമ്മളതും ഷോൾഡർ കൂട്ടിയടിച്ചു കേട്ടോ. ദേ 2 ഷോൾഡർ കൂട്ടിയടിച്ച ശേഷം ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ക്രോസ് പീസ് ഒന്നും മടക്കി അടിക്കേണ്ടതുണ്ട്. നൈറ്റിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിൽ നമുക്ക് അംബർല കുർത്തിയിലൊക്കെ നമ്മൾ ഇതേപോലെ നെക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ ക്രോസ് പീസിനെ 2ആക്കി ഒന്ന് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടമാക്കുന്ന ഷെയർ ചെയ്യാൻ മറക്കരുത്. ടൈലറിംഗ് ക്ലാസ് നമ്പർ 69 ആണ്. അപ്പോൾ ഇനി അടുത്തത് എന്താ വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ടൈലറിംഗ് ക്ലാസ് നമ്പർ 70 നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതിച്ച് അടിച്ച് കൊടുക്കണം. ഇനി അടുത്തത് ബെൽ സ്ലീവാണ്. ബെൽ സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യണം. പിന്നെ ഇത് സൈഡ് ഓപ്പൺ കുർത്തിയാണ്. പക്ഷേ കുർത്തിയുടെ ലെങ്ത്ത് 30 ഇഞ്ച്. 30 ഇഞ്ച് തയ്യൽ തുമ്പ് എല്ലാം കൂടി പോകുമ്പോൾ 28 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് കിട്ടുക കേട്ടോ. സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഇതാണ്, അതായത് ഷോർട്ട് ടോപ്പാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൽ നമുക്കിത് സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലെ ബെല്ല് അത് നമുക്കിത് ഇതുപോലെ നമുക്കിങ്ങനെ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അടി ഒന്ന് മടക്കി അടിക്കുകയും ചെയ്യണം കേട്ടോ. ഇതിൽ ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കുക, അതിനുശേഷം അടി മടക്കി അടിച്ചിട്ട് നമുക്ക് സ്ലീവ് കൂട്ടിയടിക്കാം. ബെല്ല് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് സ്ലീവ് ജോയിൻ ചെയ്ത് ബെൽ സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കണ്ടോ ഇത് ബെൽ സ്ലീവ് കണ്ടോ ഇങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പ്രിൻ്റ് ഇങ്ങനത്തെ പ്രിൻ്റാണ്, പക്ഷേ ഇടുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് വേറെയാണ്. ഈ ഒരു പ്രിൻ്റ് കാണുന്ന മെറ്റീരിയലിൽ കാണിക്കുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു കലങ്കാരി പ്രിൻ്റ് നമ്മൾ തയ്ക്കുന്നത് വെറുതെ ക്ലാസ്സിന് വേണ്ടി തയ്ക്കുന്നതല്ല, ഇടാൻ വേണ്ടി തയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിക്കേ, ഇത് ഉൾവശം എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അതെ ഉൾവശം എടുത്ത് വെച്ച ശേഷം ഇനി നമുക്ക് സ്ലിറ്റ് എവിടം വരെ വരും എന്നറിയോ? അതായത് ഷോർട്ട് കുർത്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ലിറ്റ് 19 ഇഞ്ചിൽ നിർത്തണം. അപ്പോൾ മേളിൽ നിന്നും 19 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് സ്ലിറ്റ് വരും. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നത്. ബോഡി ക്ലോസ് ചെയ്യാനായിട്ട് സ്ലീവിൽ നിന്ന് കൈക്കുഴിയിൽ നിന്ന് ഈ 19 ഇഞ്ച് വരെ 2 സൈഡിൽ നിന്ന് യോജിപ്പിച്ചിട്ട് സ്ലിറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം, ഇതിൽ 2 ഹോൾഡ് അവിടെയും ഒരു രീതിയിലും ഒരു ചുരുക്കം കണ്ടില്ല. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ബെൽ സ്ലീവാണ്. നെക്ക് നോക്കിക്കേ, നെക്ക് നല്ല പെർഫെക്റ്റ് ഉണ്ട്. അതേ ബെൽ സ്ലീവ് നോക്കിക്കേ കണ്ടോ. പിന്നെ ഇങ്ങനെയുണ്ട്. അതെ ആം ഹോൾ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടൈറ്റ് ആക്കാം, സൈഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇത് നനച്ച് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആം ഹോളും നെക്കിൻ്റെ പെർഫെക്ഷനും കണ്ടോ. ആം ഹോളൊന്നും ഒട്ടും തന്നെ ഒരു ചുരുക്കം പോലും ഇല്ല കണ്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജീൻസിനൊക്കെ സൂപ്പറായിരിക്കും. സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഷോർട്ട് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇപ്പോൾ സ്ക്രീനിൽ വരും. താങ്ക് യു.